കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ക്രാപ്പന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. ചേർന്ന് പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. സ്വരമുയർത്തി പരിശുദ്ധൻ ശക്തിയോടെ പരിശുദ്ധൻ അഭിഷേകത്തോടെ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. ജീവനുള്ള ദൈവം ഈശോയെ, ഞാനങ്ങയെ ആരാധിക്കുക, ഞാനങ്ങയെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, നന്ദി പറയുക. വലിയ കാരുണ്യത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഈശോ തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? കണ്ണുകളുയർത്തിയൊന്ന് നോക്കാവോ? ഉയർത്തെഴുന്നേറ്റവൻ, ജീവനുള്ള ദൈവം, അപ്പത്തിനുള്ളില നമ്മെ സന്ദർശിക്കുവാൻ, സുഖപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുക. ബലഹീനതകളെ ഇല്ലായ്മ ചെയ്യുവാൻ, പാപത്തെ പരാജയപ്പെടുത്തുവാൻ, പാപബന്ധനങ്ങളെ തകർത്തു കളയുവാൻ, ജഡികമായ ആസക്തികളെ പരാജയപ്പെടുത്തുവാൻ ശക്തനായ ദൈവം മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നുപോയി പാപത്തെ കുരിശിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണം വരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് ഇതാ പരിശുദ്ധ കുർബാനയായി അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. അബ്രാഹത്തിന്റെ ദൈവമാണ്. വിശ്വസ്തയോടെ ദൈവത്തിന്റെ വചനത്തെ, സ്വരത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വചനം അനുസരിച്ച് ജീവിച്ച അബ്രാഹം പിതാവ് അബ്രാഹത്തിന്റെ ദൈവമായിട്ട് ദൈവം രൂപപ്പെടുകയാണ്. മക്കൾ കണ്ണുകൾ ഉയർത്തി. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട്, വിശ്വാസത്തിന്റെ കാതുകൾ കൊണ്ട് കേട്ട് കണ്ട് അനുഭവിച്ചപ്പോൾ ദൈവം മഹത്വം ആയി മാറുകയാണ്. അബ്രാഹത്തിന്റെ ജീവിതത്തിൽ തന്റെ ഏകജാതനെ ബലിയായി സമർപ്പിക്കുവാൻ തയ്യാറായ അബ്രാഹാം പിതാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. മകന്റെ ജീവിതത്തിൽ കുഞ്ഞാടായിട്ട്. പ്രിയ ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
അതേ കുഞ്ഞാടായിട്ട് വെളിപ്പെടുവാൻ, ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന കുഞ്ഞാടായി അവിടുന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നു. സ്നാപക യോഹന്നാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് യേശുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതി. ഞാനും നിങ്ങളും കുളി കഴിഞ്ഞവരാ, സ്നാനം സ്വീകരിച്ചവരാ. 12 ശിഷ്യന്മാരും യേശുവിൽ നിന്ന് നേരിട്ട് സ്നാനം സ്വീകരിച്ചവരാ. അവരല്ലാതെ ആരും തന്നെ യേശുവിൽ നിന്ന് നേരിട്ട് സ്നാനം സ്വീകരിച്ചിട്ടില്ല. കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയ മതി. പത്രോസ് പറഞ്ഞു, തല മുതൽ ഉള്ളങ്കാല് വരെ കഴുകി വൃത്തിയാക്കുക. കുളി കഴിഞ്ഞവരെ മക്കളെ, കടന്നുപോയ പാപത്തിന്റെ വഴികളെ ഒന്നോർത്ത് ഒന്നനുദപിച്ചാല് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് നോക്കിക്ക്. രക്ഷിക്കുവാനാ ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത്. പാപത്തിന്റെ മാർഗങ്ങളിലൂടെ ചരിച്ച് നാശത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന മക്കളെ രക്ഷിക്കുവാൻ ദൈവപിതാവ് തന്റെ പുത്രനെ അപ്പമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുക. വിശ്വാസത്തിന്റെ ഉൾക്കണ്ടുകൊണ്ട് ഒന്ന് നോക്കിക്കേ മക്കള്. അപ്പത്തിനുള്ളില് യേശുവുണ്ട്, ജീവനുള്ള ദൈവം. 62ഓളം ക്യാൻസർ രോഗികളെ ഈ ആലയത്തില് സുഖപ്പെടുത്തിയ യേശുവുണ്ട് മക്കളെ അപ്പത്തുണ്ടിനുള്ളിലോ. അനേകം മക്കളെ മദ്യത്തിലും മയക്കുമരുന്നിൽ നിന്നും പാപമാർഗങ്ങളിൽ നിന്ന് പിന്തിരിച്ച് രക്ഷ നൽകിയ യേശുവുണ്ട് മക്കളെ ഈ അപ്പത്തുണ്ടിനുള്ളിലോ. കണ്ണുകൾ ഉയർത്തി വിശ്വാസത്തിന്റെ ഉൾക്കണ്ടുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ നന്ദി. നമുക്കൊന്നു ചേർന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ചേർന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, ആരാധന ആരാധന ദൈവമേ, ആരാധന ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ദൈവമായ കർത്താവേ, സ്വയം ഞങ്ങളെ ആരാധിക്കുക. ഹൊറേബ് മലയുടെ മുകളിലാ ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ച അതേ ദൈവം തന്നെയാണ്. പ്രാർത്ഥിച്ചേ. ഉക്കുമരച്ചോട്ടിൽ ഇറങ്ങി വന്ന് അബ്രാഹത്തോട് സംസാരിച്ചതേ ദൈവം തന്നെ. ഇതിലൂടെ ഒരു സന്തതി കടന്നു വരുമെന്ന് അരുളിച്ചത് അതേ ദൈവം തന്നെ. പ്രായം കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിച്ച അബ്രാഹത്തെയും സാറായെയും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റിയില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ, അബ്രാഹത്തിനെയും സാറായെയും അനുഗ്രഹിച്ചതുപോലെ ഈ ആലയത്തില് ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. ഈശോയെ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി മക്കൾ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു.
കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി. മക്കളില്ലാത്ത ദമ്പതികളെ കുഞ്ഞുങ്ങളെ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. 6 ദമ്പതികളെ ഈശോ മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. പാപബന്ധനങ്ങള്, പൈശാചിക ബന്ധനങ്ങള് അഴിഞ്ഞുമാറി ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തില് ഇതാ വെളിപ്പെടുന്നു. സ്വരമുയർത്തി സ്തുതിക്കാമോ? പോരാ പോരാ പോരാ. സ്വരമുയർത്തി സ്തുതിച്ചേ. വിശ്വാസത്തോടെ ഈ മുന്നിൽ നിൽക്കുന്നവര് ഒന്ന് സ്വരമുയർത്തി സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? മുൻപിൽ നിൽക്കുന്നവര് മാക്സിമം സ്വരത്തില് ഒന്ന് സ്തുതിക്കാമോ? അഭിഷേകം നിറയുകയാ, ശക്തി വെളിപ്പെടുകയാ. മുൻനിരയിൽ നിൽക്കുന്നവര് ശക്തമായിട്ട് സ്തുതിക്കുവാൻ പരിശുദ്ധാരൂപി സന്ദേശം തരുന്നുണ്ട്. വലിയ അത്ഭുതങ്ങള്, വലിയ അടയാളങ്ങള്, വലിയ രോഗപീഠകള് വിട്ടുമാറുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ ജനത്തെ ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് ഇതാ വെളിപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്ന 9 മക്കളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിവാഹ തടസ്സം നേരിടുന്ന 9 മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. നമുക്ക് വീണ്ടും പാടി പ്രാർത്ഥിക്കാം. ആരാധിക എല്ലാവരും ചേർന്ന്. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമിയാരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമിയാരാധന. ആരാധന 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 ആരാധന. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമിയാരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമിയാരാധന. ആരാധന 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസ്ഹാക്കിനിടയനേ ആരാധന. ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന. ഞങ്ങൾ വിശുപാടാം. ആരാധന 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 ആരാധന. നന്ദി പറയാം. ദൈവം ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിപൂർണമായി നമ്മുടെ ജീവിതത്തെ എല്ലാം കർത്താവിന് കൊടുക്കാം. മക്കളെ, കർത്താവിന്റെ മഹത്വം ഇവിടെ എല്ലാം വെളിപ്പെടട്ടെ. ഓരോ പ്രവൃത്തിയിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുപോയ പാപങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന അന്ധകാരം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന സമയമാണ്. കുറുപ്പന്തറയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി നമുക്ക് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി. ഹല്ലേലൂയ. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മുത്തോലിയിൽ നിന്ന് സരോജിനി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്ന നമുക്ക് കേൾക്കാം. 3 വർഷമായി സ്ഥിരമായി ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മകന്റെ ഭാര്യയുമായി മകൻ വഴക്കായിരുന്നു. അതുകൊണ്ട് അവൾ വീട്ടിൽ പോയി കേസ് കൊടുത്തു. ബന്ധം പിരിയണമെന്ന് അവസ്ഥയിലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടി ആരാധന കൂടാമെന്ന് നേർന്നു. 6ാമത്തെ ആഴ്ചയിൽ കേസ് പിൻവലിക്കുകയും 9 പ്രാവശ്യം വരാൻ സാധിച്ചില്ല. ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ആ കേസ് പിൻവലിക്കപ്പെടുകയും കുടുംബജീവിതം പൂർണ്ണമാക്കപ്പെടുകയും ചെയ്തുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. തുടർച്ചയായിട്ട് വന്ന് കൂടാനായിട്ട് ക്രൈസ്തവയായ ഒരു സഹോദരി നിയോഗമുഖ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് തന്റെ കുടുംബ പ്രശ്നത്തെ ഏറ്റെടുക്കണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. ഡൈവോഴ്സിന്റെ കേസിൽ അകപ്പെട്ടിരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശക്തി അവരുടെ ജീവിതത്തിലോ കുടുംബത്തിലോ വെളിപ്പെട്ടപ്പോൾ ആ കേസ് പരാജയപ്പെടുകയാണ്. അവിടെ വിജയം ഉണ്ടാവുകയാണ്. ഉദ്ധാനം ചെയ്ത യേശുവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. നല്ല കുടുംബജീവിതത്തിലേക്ക് അവർ കടന്നു വന്നു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുന്ന കരമുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കുടമാളൂർ ഇടവകയിലുള്ള ഒരു അംഗമാണ്. എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് എഴുതുന്നത്. എന്റെ ചേച്ചിയുടെ യൂട്രസിൽ മുഴയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തീയതി നിശ്ചയിക്കുകയും ചെയ്തു. ശ്വാസം മുട്ടലും മരുന്ന് അലർജിയും ഉള്ളത് കൊണ്ട് ഓപ്പറേഷൻ റിസ്ക് ആണെന്ന് പറഞ്ഞു. ശ്വാസം മുട്ടൽ കാരണം ഓപ്പറേഷന്റെ തീയതി മാറ്റണമെന്ന് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് മൂത്രസഞ്ചിക്ക് മുറിവ് സംഭവിക്കുകയുണ്ടായി. ഞാൻ 9 ആരാധന കൂടുകയും ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി നിശ്ചയിച്ച സമയത്ത് തന്നെ ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ നടക്കുകയും പിറ്റേ ദിവസം തന്നെ മുറിയിലേക്ക് മാറ്റുകയും 5ാമത്തെ ദിവസം വീട്ടിലേക്ക് വിടുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് അറിഞ്ഞു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അജി എന്ന സഹോദരി ചങ്ങനാശ്ശേരി സാക്ഷ്യപ്പെടുന്നു. എന്റെ 10 വർഷമായി തടസ്സപ്പെട്ടിരുന്ന കെട്ടിടത്തിന്റെ ലൈസൻസ് സംബന്ധമായ തടസ്സം മാറിക്കിട്ടി. ഇവിടെ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോശാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോശാന പാടിടാം. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. 4 വർഷത്തിലേറെയായി പൈശാചിക പീഡയിൽ നിന്ന് മോചനം കിട്ടി. 2012 സെപ്റ്റംബർ മാസത്തിലെ 2ാം വെള്ളിയാഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടപ്പോൾ ഒരു ആന്റി എന്നോട് കാര്യം അന്വേഷിക്കുകയും ബ്രദറിനെ കാണാൻ പറഞ്ഞു. അന്ന് തന്നെ ബ്രദറിനെ കാണുകയും ബ്രദർ പ്രാർത്ഥിച്ചു പറഞ്ഞു 7 ആഴ്ച വന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ. പക്ഷെ 7 ആഴ്ച പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. പിന്നെ ഞാൻ വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. പൈശാചിക ഉപദ്രവവും പഴയതിലും കൂടിക്കൊണ്ടേയിരുന്നു. ബ്രദറും അച്ഛനും ഒക്കെ പറഞ്ഞ് സങ്കടപ്പെടണ്ട, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ തുടർച്ചയായിട്ട് ഇത്രയും 1.25 വർഷം വ്യാഴാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയിലെല്ലാം പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ പീഡയിൽ നിന്ന് മോചനം കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും തുടർച്ചയായിട്ട്
ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ഡൈവോഴ്സായ കേസാണ്. അവരുടെ കുടുംബത്തിലുള്ള ആ വ്യക്തികൾ ഈ സഹോദരിയെ നിരന്തരമായിട്ട് വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവര് കഴിഞ്ഞ ആഴ്ചയിൽ ഇവർ വിട്ടുപോയി. ഇനി ഞങ്ങൾ ഒരിക്കലും വരത്തില്ലെന്ന് പറഞ്ഞ് അവര് പോയി. ഇവര് പരിപൂർണമായിട്ട് ഈ കുഞ്ഞും ഈ അമ്മയും സുരക്ഷിതരായി. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. രക്ഷയും കോട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ, സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. 5 വർഷമായിട്ട് കുടുംബാൾ നടക്കുന്ന ധ്യാനത്തിലും ആരാധനയിലും പങ്കെടുക്കുന്നു. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷി എഴുതുന്നത്. മകളിന് BSc നഴ്സിംഗ് പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഡൽഹിയിൽ പോയി. പല ആശുപത്രികളിലും ഇന്റർവ്യൂവിന് പോയി. ജോലി ഒന്നും ശരിയായില്ല. ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് 3 ആഴ്ചക്കുള്ളിൽ ജോലി കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി 2 ആഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ മോൾക്ക് നല്ല ശമ്പളത്തോടെ ജോലി കിട്ടി. ജോലി തന്ന ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ലിസി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്ന മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷി എഴുതുന്നത്. ഇവിടെ വന്ന ആരാധന കൂടിയതിന് ഫലമായി മകന് ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിൽ 9 വിഷയങ്ങളിൽ ഫസ്റ്റ് ചാൻസ് തന്നെ 67% മാർക്കോടെ പാസ്സാക്കാൻ സാധിച്ചു. എന്റെ ഭർത്താവ് എല്ലാ വെള്ളിയാഴ്ചയിലും ആരാധനയിലും വചന ശുശ്രൂഷയിലും കൊന്തയിലും പങ്കെടുക്കാറുണ്ട്. ഞാൻ സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ജോലിയുള്ള സഹോദരി. അതുകൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വന്ന് പങ്കുവരും. മകന് ഉന്നതമായ ഒരു വിജയം കിട്ടിയെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൽസി എന്ന സഹോദരി ഏറ്റുമാൻ സാക്ഷ്യപ്പെടുന്നു. ഞാൻ ഡിസംബറിലെ സെഹിയോനിലെ ധ്യാനം കൂടി. എന്റെ വലത് കൈയുടെ ഉള്ളില് വേദനയായിരുന്നു. പിന്നെ കൈ കെട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. കൈ നീട്ടിയാൽ ഒരം ഊരിപ്പോരുന്നത് പോലെ വേദനയായിരുന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ധ്യാനത്തില് പരിപൂർണമായ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തി. കുന്നനാന സെഹിയോൻ ധ്യാന കേന്ദ്രത്തില് ഈ ടീമിന്റെ ധ്യാനം എല്ലാ മാസങ്ങളിലും ഉണ്ട്. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് സൗഖ്യം കിട്ടിയ സഹോദരിയുടെ സാക്ഷ്യമാണ്. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിൻ ശക്തിയെ ഭയം വേണ്ട, ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ. ക്രൂശുകളേറുമ്പോൾ പതറേണ്ട, ക്രൂശിതനായവൻ കൂടെയില്ലേ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. രക്ഷയും കോട്ടയും അവനല്ലയോ, ജീവന്റെ മാർഗവും അവനല്ലയോ, സത്യവും സ്നേഹവും അവനല്ലയോ, നീതിയും നിയമവും അവനല്ലയോ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. വിശ്വാസത്തോടെ ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ,
സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. രക്ഷയ്ക്കായുതകും നന്മകൾ ചെയ്തിടാനുണരാ, പാപത്തിൻ കെട്ടുകൾ തകർക്കാം, ജീവന്റെ നാഥനെ നേടിടാം. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുപവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ആരാധന. കുറുപ്പന്തറയിൽ നിന്ന് ജോസി എന്ന വ്യക്തി സാക്ഷ്യപ്പെടുന്നു. എന്റെ പേര് ജോസി. ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. അവൾ BSc നഴ്സിംഗിന് പഠിക്കുന്നു. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പല പ്രാവശ്യം എഴുതിയാണ് വിജയിച്ചത്. എന്നാൽ 1 വർഷത്തോളമായി ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥനയുടെ ഫലമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന തേർഡ് ഇയർ എക്സാമിന് പരീക്ഷയിൽ ഫസ്റ്റ് പരീക്ഷയിൽ തന്നെ മുഴുവനും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. നമുക്ക് നന്ദി പറഞ്ഞ് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. തേർഡ് ഇയർ പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ മുഴുവൻ ഒറ്റയടിക്ക് തന്നെ പാസ്സായി. മറ്റത് പല പ്രാവശ്യം എഴുതിയ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പല പ്രാവശ്യം എഴുതി പാസ്സായി. ദൈവസന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. കരങ്ങൾ ഉയർത്തി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ഓർത്ത് സ്വരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കോട്ടയത്ത് നിന്നൊരു സഹോദരി സാക്ഷ്യപ്പെടുന്നു. ആദ്യം തന്നെ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഒരു സഹോദരിയാണ്. എന്റെ ചേച്ചിയുടെ കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. 3 നഴ്സിംഗ് പരീക്ഷ 3 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാതെ ഇരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടും പരീക്ഷ എഴുതിയപ്പോൾ പാസ്സായി എന്ന് സാക്ഷ്യപ്പെടുത്തുകയും 3 പ്രാവശ്യം എഴുതിയിട്ടും
പരാജയപ്പെട്ട നഴ്സിംഗ് വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുന്ന കാര്യങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ഇവിടെ ആയിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും നിയോഗത്തെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ശിരസിനുള്ളിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഇപ്പോൾ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ രോഗങ്ങളെയും പീഡകളെയും സഹനങ്ങളെയും എല്ലാ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ഈശോയെ ഇടപെടണമേ, എല്ലാ പാപത്തെയും ഏറ്റെടുക്കണമേ, എല്ലാ ബന്ധനങ്ങളെയും ഏറ്റെടുക്കണമേ, ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളെയും വിജയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ ഇടപെടണമേ. പരീക്ഷയുടെ മേൽ വിജയം തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തരുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പരിപൂർണമായിട്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കാം. എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം. ശുശ്രൂഷകരെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന എന്നെയും ഒക്കെ കർത്താവിന്റെ കുടുംബത്തെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മളെ സഹായിക്കുന്ന ഒത്തിരി വൈദികരുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ വൈദികരുണ്ട്. ആ വൈദികരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ഈ ശുശ്രൂഷയോട് ചേർന്ന് സഹകരിക്കുന്ന ഒത്തിരിയേറെ പുരോഹിതരുണ്ട്, സന്യസ്തരായിട്ടുള്ള മക്കളുണ്ട്. സിസ്റ്റേഴ്സിനെയൊക്കെ ഓർത്ത് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഇവിടെ ആയിരിക്കുന്നവര് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന മക്കളുണ്ട്, അവരെല്ലാം ഓർത്ത് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഈ കൂട്ടായ്മയോട് ചേർന്ന് സഹകരിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ആത്മീയവും ഭൗതികമായിട്ട് ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദശാംശം സമർപ്പിക്കുന്ന മക്കളുണ്ട്, ഈ ശുശ്രൂഷ സഹായിക്കുന്നവര്, ധ്യാനത്തെ സഹായിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ധ്യാനത്തിന് പൈസ ഇല്ലാത്തവരെ സഹായിക്കുന്ന മക്കളുണ്ട്, അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ഈശോയെ വലിയ അനുഗ്രഹമാക്കി മാറ്റണേ, വലിയ അഭിഷേകമാക്കി മാറ്റണേ, വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറി പരിപൂർണമായ ശുശ്രൂഷയാണ് വലിയ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് കരങ്ങളിലേക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ശുശ്രൂഷകരെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിരട്ടെ, 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 അഭിഷേകം നിരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ. സർവശക്തനായ ദൈവത്തെ, പ്രഭാപൂർണനായ ദൈവത്തെ, സൂര്യനേക്കാൾ ശോഭയേറിയ മുഖകാന്തിയുള്ള ദൈവത്തിന്റെ കാരുണ്യത്തെ ഒന്ന് സ്വരമേച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം അടിച്ചു പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് ആരാധിക്കുക അബ്രാഹത്തിന്റെ ദൈവത്തെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, ശക്തനായ ദൈവം യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കരമുയർത്തി അടിച്ചു പാടാം.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ശക്തിയോടെ പ്രാർത്ഥിക്കുക. ആത്മാവിൽ നിറഞ്ഞ ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രവാചകന്മാരുടെ ദൈവത്തെ ഒന്നു ചേർന്ന് ആരാധിക്കാം. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ശക്തിയോടെ എല്ലാവരും ചേർന്ന് ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. അടിച്ചു പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എല്ലാവരും എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അഭിഷേകത്തോടെ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. 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 ചോദിക്കില്ല ഞാൻ, അറിയുന്നു എന്തിനെന്നു ചോദിക്കില്ല ഈശോയെ വിളിക്കുന്നു. പരിശുദ്ധ കുർബാനയെ വസിക്കുന്നവരെ വിളിക്കുന്നു. എന്തിനെന്നു ചോദിക്കില്ല ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനെ വിളിക്കുന്നു. ദൈവിക
സത്യത്തെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. അനേക വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോകുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. ജഡികമായ ഒത്തിരിയേറെ ആസക്തികളിൽ നിന്ന് മക്കളെ കർത്താവ് മോചിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് തമ്പുരാന് നന്ദി പറഞ്ഞേ. ജഡത്തിന്റെ പ്രേരണ അനുസരിച്ച് ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നുപോയ ധൂർത്തപുത്രൻ അവസാനം നശിക്കുക. എല്ലാം നഷ്ടപ്പെട്ടു. ഭൂമി പോലും അവനെതിരായി. ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ. പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും ഇല്ലാത്ത ജീവിതം. ഈശോയെ, ധനവാനായ ധനികനായ മനുഷ്യന്റെ മകനായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ജഡിക താല്പര്യങ്ങളിൽ മുഴുകി കർത്താവിന്റെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പാപത്തിന്റെ വഴിയിലൂടെ വ്യാപരിച്ചപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആയിത്തീർന്നു. തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ തിരികെ നടന്നു. പിതാവേ, അങ്ങേക്കെതിരായും ദൈവത്തിനെതിരായും പാപം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന മകനെ കാത്തിരുന്ന പിതാവ് തന്റെ മാറിനോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചു. മക്കളെ, ആ സ്നേഹത്തെയാണ് ഈശോ കാൽവരിയിൽ നമുക്കായി വെളിപ്പെടുത്തി തന്നത്. പാപമാർഗങ്ങളിലൂടെ കടന്നു വരുന്ന ഓരോ ദൈവത്തിലെയും ദൈവസന്നിധിയിലേക്ക് പാപം ഏറ്റുപറഞ്ഞ് കടന്നു വരുന്ന ഓരോ മകനെയും മകളെയും സ്വീകരിക്കുവാൻ ചങ്കു തുറന്ന് സ്നേഹവുമായി നിൽക്കുന്ന തമ്പുരാന്റെ കാരുണ്യം. ആ വലിയ സ്നേഹമാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ അനുഭവിച്ചത്. ആ ചങ്കിലൂടെ ഉരുകിയിറങ്ങുന്ന സ്നേഹത്തിന്റെ അഭിഷേകം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. മക്കളെ, ഈശോ ധൂർത്തപുത്രനിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഇതാണ്. സ്നേഹത്തിന്റെ പൂർണ്ണതയാക്കി മാറ്റുവാൻ സ്നേഹം തന്നെയായ പിതാവായ ദൈവം തന്റെ പുത്രന്റെ ചങ്കിലൂടെ ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധമായ ചോര കൊണ്ട് കഴുകി പാപത്തെയും പാപമാലിന്യങ്ങളെയും നീക്കിക്കളഞ്ഞുകൊണ്ട് വലിയൊരു വിരുന്നൊരുക്കി വെച്ചിരിക്കുക. പരിശുദ്ധ കുർബാനയാകുന്ന ആ വലിയ വിരുന്ന്. മക്കളെ, കാലു കഴുകി കടന്നു വരുന്ന ഓരോ മകനെയും ആ വിരുന്നിലേക്ക് സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയാണ് ശിഷ്യന്മാർക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. കുളി കഴിഞ്ഞവന്റെ വാദം മാത്രം കഴുകിയ മതി. സ്നാനം സ്വീകരിച്ചവൻ പാപത്തിന്റെ ചെളിക്കുഴി വീണെങ്കില് പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് കടന്നുപോയ പാപവഴികളെ, ചെളികളെ, ആ ചെളിക്കുണ്ടുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാദം കഴുകി തിരിച്ചു മടങ്ങി വന്നാൽ തമ്പുരാന്റെ കാരുണ്യത്തില് വീണ്ടും പങ്കുചേരാമെന്ന് തമ്പുരാന്റെ മുന്നറിയിപ്പാ. നമുക്ക് അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ നോയമ്പിന്റെ സമയത്ത് ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു കഴുതയാക്കി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് ഞാനും നിങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ചങ്കോട് ചേർത്ത് കരമൊന്ന് വെക്കാവോ? ആ ചങ്കിലെ സ്നേഹമാണ് മക്കളെ നമുക്ക് നൽകിയത്. ചങ്ക് തുറന്ന് നമ്മെ സ്നേഹിച്ചില്ലേ? ആ സ്നേഹമാണ് നമ്മുടെ ചങ്കിലേക്ക് ഒഴുക്കിത്തരുന്നത്. ഈശോയെ, ആ സ്നേഹത്താല് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. 40-ാം വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. മക്കൾ പ്രാർത്ഥിച്ചേ. മുഴുവൻ ശുശ്രൂഷയും ഞാൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. എന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് സമർപ്പിച്ച് ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപയും കാരുണ്യവും ഈശോയെ ഈ അയോഗ്യനായ ദാസന് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വരുന്ന ശുശ്രൂഷയില് മുഴുവൻ ശുശ്രൂഷയിലും പങ്കുചേരുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ശുശ്രൂഷയെ ഞങ്ങളെ ഓരോരുത്തരെയും, എഡ്വിനെയും അനിലിനെയും എന്നെയും അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള മക്കളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആലയത്തിലുള്ള മുഴുവൻ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. മുഴുവൻ ശുശ്രൂഷയും ലീഡ് ചെയ്യുവാനുള്ള വലിയ കൃപയും അഭിഷേകവും ശക്തിയും അനുതാപത്തിന്റെ വലിയ കൃപയും കർത്താവെ ദാസരിലൂടെ ജൈവജനത്തിലേക്ക് വ്യാപരിക്കുവാൻ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട്
സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. എല്ലാ ശുശ്രൂഷയും അഭിഷേകം കൊണ്ട് നിറയുവാൻ, ആദ്യം മുതൽ അവസാനം വരെ ആ ശുശ്രൂഷന്റെ പൂർണ്ണതയിൽ പങ്കുചേരുവാനുള്ള വലിയ അഭിഷേകത്തിനായിട്ട് കുടുംബസമേതം കടന്നുവന്ന് 40-ാം വെള്ളിയാഴ്ചത്തെ ആ ശുശ്രൂഷയിൽ പൂർണ്ണമായും പങ്കുചേർന്ന് അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിൽ മടങ്ങിപ്പോകുവാനുള്ള ശക്തിയും അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ദിവ്യകാരുണ്യനാഥനോട് ആ വലിയ കാരുണ്യത്തിനായിട്ട് നിലവിളിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, ശക്തിയോടെ വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. കണ്ണുകൾ അടച്ച് ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എല്ലാവരും ചേർന്ന് പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പത്രോസ് കൊടുത്ത പോലെ യേശുവേ, എല്ലാവരും ചേർന്ന് യേശുവേ, കണ്ണുകൾ തുറന്ന് യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, 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 അഭിഷേകത്തോടെ യേശുവേ, വീണ്ടും ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് വീണ്ടും പ്രാർത്ഥിക്കുക. ഈശോയെ, പൂർണ്ണമായി ഞാൻ ശരീരത്തെ വിട്ടുതരികയും എന്റെ മനസ്സിനെയും ചിന്തകളെല്ലാം 12 അപ്പസ്തോലന്മാർ വിട്ടുതന്നതുപോലെ യൂദാസിനെ പോലെ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന് വസിക്കുവാൻ തക്കവിധം, ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി കണ്ണുകളടച്ച് വലിയ വിശ്വാസത്തോടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവാരൂപിക്ക് പ്രവർത്തിക്കുവാൻ തക്കവിധം ശരീരത്തെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ആത്മാവിന്റെ ശക്തി ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവാത്മാവ് ശരീരത്തിന് അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, 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 വ്യാപരിക്കണേ, വ്യാപരിക്കണേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണേ, വ്യാപരിക്കണേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന്റെ മേല്, ആത്മാവിന്റെ മേല്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു, സർവശക്തിയോടെ വിളിക്കുന്നു, ശരീരം വിട്ടുകൊടുത്തുകൊണ്ട് വിളിക്കുന്നു, യേശു വിട്ടുതന്നതുപോലെ വിട്ടുകൊടുത്തുകൊണ്ട് വിളിക്കുന്നു. ഈശോയെ നന്ദി. ചേർന്ന് പ്രാർത്ഥിക്കാം. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, കണ്ണുകളടച്ച് സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, ഈശോയെ,
എന്നാരോഗ്യം നൽകുന്നു താതന, പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതന, യേശുവേ. കരമുയർത്തി യേശുവേ, കണ്ണുകളടച്ച് യേശുവേ, നേത്രം കൊണ്ട് ഈശോയെ കണ്ടുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ, ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ, യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, മക്കളെ വിളിക്കുന്നു. യേശുവിന്റെ മക്കളെ വിളിക്കുന്നു. യേശുവേ, ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ, ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ, അഭിഷേകം നിറയുകയാണ്. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ, യേശുവേ, 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 യേശുവേ വിളിക്കുന്നു. യേശുവേ, യേശുവേ, എല്ലാവരും ചേർന്ന് യേശുവേ, ഈശോയെ, യേശുവേ, പോരാ യേശുവേ, യേശുവേ, എല്ലാവരും വിളിക്കുന്നു. യേശുവേ, ഇനിയും വിളിക്കാനോ ഉണ്ടായെന്ന് ഈശോ കാണിച്ചു തരുന്നുണ്ട്. യേശുവേ, മക്കളെ വിളിക്കുന്നു. യേശുവേ, യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, മഹത്വം വെളിപ്പെടുന്നു. ഈശോ വെളിപ്പെടുന്നു. ശരീരത്തിൽ വെളിപ്പെടുന്നു. ആത്മാവിൽ വെളിപ്പെടുന്നു. സന്ധിബന്ധങ്ങളിൽ വെളിപ്പെടുന്നു. ശരീരം മുഴുവനിൽ വെളിപ്പെടുന്നു. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോ പാപം ഏറ്റെടുക്കുന്നു. രോഗങ്ങൾ ഏറ്റെടുക്കുന്നു. തകർന്ന ജീവിതങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു. മാരക രോഗങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു. കടബാധ്യതകളെ ഈശോ ഏറ്റെടുക്കുന്നു. തകർന്ന ജീവിതങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ ഏറ്റെടുക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്നവരെ ഈശോ ഏറ്റെടുക്കുന്നു. യുവജനങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു. യുവജനങ്ങളെ ഏറ്റെടുക്കുന്നു. കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നു. സകല വ്യാധികളെ ഏറ്റെടുക്കുന്നു. പകർച്ചവ്യാധികളെ ഈശോ ഏറ്റെടുക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഭവനമില്ലാത്തവർ ഈശോ അനുഗ്രഹിക്കുന്നു. കിടപ്പാടമില്ലാത്തവർ ഈശോ അനുഗ്രഹിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. കടബാധ്യതയുള്ളവരെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. മദ്യപാനികളെ ഈശോ അനുഗ്രഹിക്കുന്നു. മദ്യപാനത്തിന് മോചനം കൊടുക്കുന്നു. മയക്കുമരുന്നിന് മോചനം കൊടുക്കുന്നു. പുകവലിയിൽ നിന്ന് മോചനം കൊടുക്കുന്നു. ഈശോയെ വിളിക്കുന്നു. രക്ഷിക്കുന്നവനെ വിളിക്കുന്നു. രക്ഷകനെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു.
ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ നന്ദി. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് യേശുനാഥൻ ഇതാ നമ്മുടെ മധ്യത്തിൽ മുട്ടുമേലായിരിക്കാം. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയം പരിപൂർണമായും ഈ കൂട്ടായ്മയെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇതാ സമർപ്പിക്കുന്നു. ഈശോയെ ഓരോ പ്രാർത്ഥനകളെയും അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം സ്വരമുയർത്തി എല്ലാവരും തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗത്തിന്റെ മേലെ കർത്താവിന്റെ അനുഗ്രഹം കടന്നു വരികയും കരങ്ങൾ ഉയർത്തി ഈശോ ആ എല്ലാ നിയോഗത്തെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുക. എല്ലാ രോഗികളെയും ഈശോ അനുഗ്രഹിക്കുക. എല്ലാ പാപത്തിന്റെ അവസ്ഥയിൽ കഴിഞ്ഞവരെയും ഈശോ അനുഗ്രഹിക്കുന്ന അത്ഭുത നിമിഷം പരിശുദ്ധമായ കുർബാനയിലായിരുന്നു കൊണ്ട്, പൗരോഹിത്യം എന്ന കുദാശയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഇതാ നിത്യപുരോഹിതൻ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി നമ്മെയും ലോകം മുഴുവനെയും ഈശോ അനുഗ്രഹിക്കുന്നു. ഇന്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും യേശു ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, 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 ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ ബലിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം.